ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പേജ് നമ്പർ 5.22, അതായത് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. അതായത് ഇന്ത്യയിൽ നമ്മുടെ താമസിക്കുന്ന സിറ്റിസൺസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത്, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനകത്ത് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യയിലെ ഭരണഘടന നിങ്ങൾക്കറിയാം, എഴുതപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുണ്ട്. അതുപോലെ തന്നെ ആ ഭരണഘടനയ്ക്ക് എന്തുകൊണ്ട് ഭരണഘടന അനുസരിച്ച് മൗലിക അവകാശങ്ങൾ, പൗരന്മാർക്കെന്ന് വരുന്ന മൗലിക അവകാശങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽസ് അതിൻ്റെ താഴെയുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, വർഷങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. നമുക്കത് നോക്കേണ്ടത് പാരഗ്രാഫിൻ ലാസ്റ്റ് ലൈന്, ദ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന പ്രതിപാദിക്കുന്ന 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഒന്ന്, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയാണ് പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ മൗലിക അവകാശമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്, അതായത് സമത്വത്തിന് വേണ്ടിയുള്ള അവകാശം എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്, ഇക്വാളിറ്റി ബിഫോർ ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ പൊളിറ്റിക്സ് സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അല്ലേ. ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഇതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഇതാണ്, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിലോ പിന്നെ എന്താണ് വർഗവിവേചനം ഉണ്ടാവരുത്, ജാതി വിവേചനം ഉണ്ടാവരുത്, പിന്നെ എന്താണ് ആണാണോ പെണ്ണാണോ, ഇങ്ങനെയുള്ള സ്ത്രീയാണോ പുരുഷനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് യാതൊരുവിധ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. അതിനെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സെൻറ്റൻസിൽ തന്നിരിക്കുന്ന ജസ്റ്റ് കാര്യങ്ങളെന്ന് ഫുള്ളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്താണ് ദർ ഇസ് എൻ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ്, അണ്ടർലൈൻ ചെയ്യണം, റിലീജിയൻ, റേസ്, കാസ്റ്റ്, ജെൻഡർ, പ്ലേസ് ഓർ ബർത്ത് ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും അവസരമുണ്ട്. പണക്കാരനെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ ആരായാലും എന്താണ് സമന്മാരാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്താണ് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് എന്തുണ്ട് എല്ലാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എവിടെ വേണ്ടേ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതിനാണ് താഴോട്ട് നമ്മൾ അതിൻ്റെ എഴുതിയിരിക്കുന്നത് നോക്കുക. അതിലൊന്നും പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പറഞ്ഞു റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ, അതായത് ഇവർക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. രണ്ടാമത് പറയുന്നതാണ് റൈറ്റ് ഓഫ് അസംബ്ലി. അസംബ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂട്ടം കൂടാനും, അതുപോലെ നമുക്ക് നേരത്തെ നമ്മൾ പല ഇത് പണ്ട് വരെ കേൾക്കുന്നതാണ്, അസംബ്ലിയിൽ പുറത്തിറങ്ങരുത്, ടൗണുകളിൽ നടക്കരുത്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമുക്ക് എന്താണ് ഇന്ന് നിയമം നമുക്ക് കൽപ്പിച്ചു തരുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ഓൾ ആർ ഈക്വൽ ബിഫോർ ആൻഡ് ദേ ഹാവ് ഈക്വൽ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ഡൂയിങ് ഓൾ തിങ്സ് അല്ലേ. അതാണ് അതിൻ്റെ അത് പ്രത്യേകമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പറയുന്നത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് ചൂഷണത്തിനെതിരെയുള്ളത്. അതായത് ജനങ്ങളെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളെ നമുക്കൊരു കാരണവശാലും നിർബന്ധിച്ചൊരു വർക്ക് കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത്. അതുപോലെ തന്നെ പറയുന്നത് ചൈൽഡ് ലേബർ അല്ലേ, കുട്ടികൾക്ക് ഉള്ള ബാലവേല എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ട്രാഫിക്കിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് നിത്യേന കാണുന്നതാണ്. കുട്ടികൾക്കെതിരെയുള്ള പീഡനം, സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എന്തുണ്ട്, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് നമുക്കുള്ള രക്ഷപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഏത് മതത്തിലും നമുക്ക് വിശ്വസിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. പിന്നെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറയുന്നത്
എല്ലാവർക്കും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൻ്റെ ഓരോ കടമകൾ നിർവഹിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. പിന്നെ പറയുന്നതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇസ് പ്രസൻറ്റ് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി അവർക്ക് ഈ പറയുന്ന അവകാശങ്ങളുണ്ട്. ഇറ്റ് empowers the citizens to move to a code of law in case of any denial of the fundamental rights എന്നാണ് പറയുന്നത്. ഇനി അതിൽ പറയുന്നതാണ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ ആൻഡ് വുമൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ടു വുമൻ, കുറച്ച് ആർട്ടിക്കിൾ തന്നിട്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ലീഗൽ റൈറ്റ്സ് ടു വിമൻ, അത് ഞാനിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എന്തൊക്കെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് സ്ത്രീകൾക്ക് ഉള്ളത്? ഒന്നാമത്തെയാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ടു പ്രൊട്ടക്റ്റ് വിമൻ ഇൻ ഇന്ത്യ ഫ്രം ഓൾ ഫോംസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. It also covers women who have been on the relation with the abuser and subject to violence of any kind, physical, sexual, mental, verbal or emotional. അതായത് ഡൊമസ്റ്റിക് വയലൻസ്, അതായത് നമുക്കിവിടെ അറിയാവുന്നതാണ്, ധാരാളം ആളുകൾക്ക് ജോലി സ്ഥലത്ത്, കുടുംബത്ത്, പിന്നെ ഓരോ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഈ ആളുകളുടെ വളരെ എഡ്യൂക്കേഷൻ ഫ്രണ്ടിൽ നിൽക്കുന്ന, നല്ല സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും ധാരാളം സ്ത്രീകൾ ഈ പറഞ്ഞ സ്വന്തം ഫാമിലിയിൽ നിന്ന് പോലും അവർക്ക് പീഡനങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത്, അതായത് ഗാർഹിക പീഡനം മുതൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് വരെ ഈ കാറ്റഗറിയിൽ പെടുന്നു. അതിൻ്റെ നിന്നും ഇവർക്ക് റിലീഫ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പറയുന്നത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 is the primary legislation for prevention of trafficking for commercial sexual exploitation. In other words, it prevents trafficking in women and girls for the purpose of prostitution as an organized means of living. അതായത് ഈ ആളുകൾക്ക് ജീവിക്കുന്നതിന് പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സെക്ഷൽ വർക്ക് എന്ന് പറയുന്ന അങ്ങനെ ഒരു കാറ്റഗറി ഉള്ളതായിട്ട് പറയപ്പെടുന്നു. അതുപോലെ നമുക്ക് വിഷ്വൽ മീഡിയകളിലൊക്കെ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് കൂട്ടമായിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളാണ്. അതൊരു കൊമേഴ്സ്യൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും രാഷ്ട്രം അല്ലെങ്കിൽ നിയമം എന്ത് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നതാണ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട് 1986. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ത്രൂ അഡ്വർടൈസ്മെൻറ്റ്സ് ഓർ ഇൻ പബ്ലിക്കേഷൻ, റൈറ്റിംഗ്, പെയിൻറ്റിങ്സ്, ഫിഗേഴ്സ് ഓർ ഇൻ എനി അതർ മാനർ. അതായത് എന്തെങ്കിലും ഒരു സ്ത്രീയെ നമുക്ക് മോശമായി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക്കേഷനുകളിൽ, പ്രസിദ്ധീകരണങ്ങളിൽ അവരെക്കുറിച്ചുള്ള ന്യൂസുകളോ മറ്റ് വെയർബോർഡ്സുകൾ ഇടുകയോ അങ്ങനെയുള്ള വാർത്തകൾ മെൻഷൻ ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് 1987. നിങ്ങൾക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിലേക്ക് എടുത്തിയാടാൻ താല്പര്യം തള്ളിയിടുന്നൊരു സിസ്റ്റമായിരുന്നു ഇവിടെ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നത്. അതാണ് സതി എന്ന് പറഞ്ഞാൽ അത് നിർത്തലാക്കി. പിന്നെയാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. അതായത് സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് സ്ത്രീധനം വാങ്ങുകയോ ആവശ്യപ്പെടുകയോ കൊടുക്കുകയോ ചെയ്യുന്നത് കുറ്റമായിട്ടാണ് പറയുന്നത്. പിന്നെയാണ് പറയുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ എംപ്ലോയീസ്, അത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, എംപ്ലോയീസ് മാത്രമല്ല, 2 കാറ്റഗറി ഉണ്ടെന്ന്. എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് വേണ്ട ലീവ് മറ്റു കാര്യങ്ങളും, ജോലികളില്ല എങ്കിൽ അവർക്ക് ഇപ്പം നിങ്ങൾക്കറിയാം ആശാ വർക്കർ, പിന്നെ നമ്മുടെ ബാലവാടി, അംഗൻവാടി എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അങ്ങനെയുള്ള അവിടുത്തെ ടീച്ചർമാർ, ഇങ്ങനെയുള്ളവരെ ഒത്തിരി ഡ്യൂട്ടികൾ ഇവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ റൂറൽ ഏരിയയിലോട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 പ്രകാരം അതും ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നു. പിന്നെയുള്ളതാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971. പിന്നെ പറയുന്നതാണ് പ്രഗ്നൻസി ടെർമിനേഷൻ എന്ന് പറയുന്നത് ഗർഭനിരോധന ചിത്ര എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അത്
മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ കൂടെ അത് ഓതറൈസ് ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ വേറെ എന്തെങ്കിലും ഡിസീസുകളോ അല്ലെങ്കിൽ ഈ എന്താണ് കുഞ്ഞിനെന്തെങ്കിലും പ്രോബ്ലംസൊക്കെ വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ നിയമപരമായിട്ട് നമുക്ക് ഇത് ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്. അതിന് ഓതറൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, അവരാണ് അത് ചെയ്യേണ്ടത്. പിന്നെയുള്ളതാണ് പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് ലിംഗനിർണ്ണയം ചെയ്യുന്നത് തെറ്റാണ്, കുറ്റകരമാണെന്നാണ് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ എന്ത് ചെയ്യുന്നത് വലിയ വലിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അതിനു വേണ്ടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ അടുത്തോ അപ്രോച്ച് ചെയ്യുന്നത് പോലും എന്താണ് ഒരു ഒഫൻസായിട്ട് അല്ല ക്രിമിനൽ ഒഫൻസായിട്ടാണ് പറയുന്നത്. പിന്നെയാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്, തുല്യ വേതനം. Dissolution of a Muslim Marriage Act 1938 grants Muslim with the right to seek the dissolution of her marriage. അറിയുന്ന കാര്യമല്ലേ. പിന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട്, മിനിമം വേജസ് ആക്ട് അല്ലേ. മിനിമം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂലി നിർബന്ധമായിട്ടും മിനിമം കിട്ടിയിരിക്കണം. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൺ അറ്റ് വർക്ക് പ്ലേസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ, അതായത് ജോലി സ്ഥലങ്ങളിൽ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന വനിതകളെ യാതൊരു തരത്തിലും ഹരാസ് ചെയ്യരുത്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് ദി ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കുട്ടികൾക്കുള്ള എന്തൊക്കെ അവകാശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നാണ് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006, അതായത് ശൈശവ വിവാഹം നിർത്തലാക്കിക്കൊണ്ടുള്ള 2006 ഉത്തരവ്. ഓക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ യൂണിസെഫൊക്കെ ഇടപെട്ട് ഒത്തിരി ഇഷ്യൂസ് ആയതാണ്. കാരണം നമുക്ക് നോർത്ത് ഇന്ത്യയിലോട്ട് അവിടെയൊക്കെ ഈ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം എന്ന് പറയുന്നത് 8-9 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും പിള്ളേരെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരത് ടെർമിനേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986, അതായത് ബാലവേല എന്ന് പറയുന്നത്. കുട്ടികൾ ബാലവേല ചെയ്തിട്ട് ഏണിങ്സ് കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. അതിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ച കുട്ടികളും, അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള കുട്ടികൾ, ഇല്ലെങ്കിൽ അപ്പനും അമ്മയും എന്തെങ്കിലും വലിയ സിക്കായിട്ട് വീട്ടിൽ ബെഡ് റെസ്റ്റ് അല്ല ബെഡ് കിടക്കുന്നൊരവസ്ഥയാണ്. ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ തന്നെ അവരെ കൊണ്ട് പറ്റുന്നത് നോർത്തിലേക്ക് ഷൂ പോളിഷ് ചെയ്യുന്നത് തൊട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നത്, വാഹനം കഴുകി കൊടുക്കുന്നത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊച്ചുകുട്ടികൾ ചെയ്താലും ചെറിയ ഏണിങ്സിന് വേണ്ടി. ഇങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഓക്കെ, അടുത്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു മൗലിക അവകാശമാണ് എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമെന്ന് പറയുന്നത്. പിന്നെയാണ് ചൈൽഡ് ട്രാഫിക്കിങ്. ഈ പറഞ്ഞാൽ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക, അവരെ ഈ വിഷാടനത്തിന് മറ്റു പരിപാടികൾക്ക് വേണ്ടി ഓരോ ലോബികൾ ഉപയോഗിക്കുന്നു, അതിൽ നിന്നുള്ള അവകാശം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഹെഡിങ് പഠിച്ചതാകട്ടെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ജസ്റ്റ് ഒന്ന് പുസ്തകം നന്നായിട്ട് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ദാറ്റ് ഈസ് പോക്സോ ആക്ട് 2012. നിങ്ങൾക്കറിയാവുന്നതാണ് ഇത് കുട്ടികളെ സെക്ഷൽ ഹാരാസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയൊരു കുറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പണിഷബിൾ ഒഫൻസായിട്ടാണ് നമ്മുടെ നിയമം കരുതുന്നത്. അപ്പോൾ നമുക്കറിയാം വിദ്യാർത്ഥികളിലും ഈ പറഞ്ഞ ചെറിയ കുട്ടികളെയൊക്കെ എന്താണ് സെക്ഷലായിട്ട് പീഡിപ്പിക്കുന്ന കേസാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പിന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ്, അത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അമൻമെൻറ്റിൽ 2015 പ്രകാരം രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്ന നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതായത് ജുവനൈൽ ആക്ട് നിങ്ങൾക്കറിയാവുന്നതാണ്. ഏതാണ് 18 വയസ്സാകാത്ത കുട്ടികളെ എന്ത് ചെയ്യത്തില്ല, അവരിൽ ഒരു കാരണവശാലും കോടതിയിലേക്ക് നേരിട്ട് അയക്കത്തില്ല അല്ലേ. അപ്പോഴത്തേനും അതിൻ്റെ 16 വയസ്സാകാത്തവരെ ജുവനൈൽ ആക്ട് പ്രകാരം ആണ്. അതിന് റിക്കറക്ഷൻ ഹോം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. അതായത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മളെങ്ങനെയാണ് SC ആയത്, നമ്മളെങ്ങനെയാണ് ST OBC ആയതെന്നുള്ള സംശയം വരുന്നത്. ഇത്രയാണ് പറയുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് പ്രകാരം പറയുന്നത് സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകളിൽ അല്ലെങ്കിൽ ഒരു പ്രദേശം കീഴിലുള്ള ജനതയെ നമ്മൾ എന്തായിട്ട് തിരിച്ചേക്കുകയാണ്, ഈ പറയുന്ന പോലെ
ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾ കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടി വെച്ചാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒത്തിരി ഗ്രാൻറ്റുകൾ, അതുപോലെ തന്നെ ധനസഹായങ്ങളും മറ്റ് റിസർവേഷനുകൾ അല്ലേ, റിസർവേഷനുകളുടെ പരിഗണനയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അവരെയും കൂടെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ നിയമം പാസ്സാക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ റിസർവേഷൻ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശരിക്കും നമ്മളിപ്പം ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. നിങ്ങളത് താഴോട്ടത് വായിച്ചു നോക്കിയാൽ വായിക്കാനായിട്ട് പറ്റും. ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഈസ് ദി നോഡൽ മിനിസ്ട്രി ടു ഓവർസീ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ്. എസ് സി അല്ലേ, എസ് സിയുടെ ഇത് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവറിംഗ് ദി നോഡൽ മിനിസ്ട്രി, അവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ഫണ്ട് മറ്റുമാണ് ചെയ്യുന്നത്. നമുക്ക് കോളേജ് തന്നെയാണെങ്കിൽ നിങ്ങൾ പറയാം കുറച്ച് കുട്ടികൾക്ക് ഗ്രാൻറ്റ് കിട്ടുന്നുണ്ട്, ലെംസ് ഗ്രാൻറ്റ്, സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അത് ഇങ്ങനെ ഈ പറയുന്ന പോലെ അതർ ബാക്ക്വേർഡ് കാസ്റ്റിൽ ചെയ്തപ്പെട്ട ആളുകൾക്കാണ് അങ്ങനെ വരുന്നത്. അത് കാറ്റഗറൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ് അത് തിരിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ കയറിയിരിക്കുന്ന ഗവൺമെൻറ് ശരിക്കും അത് ഇങ്ങനെയുള്ള റിസർവേഷനുകൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേണ്ട എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് SC, ST ആൻഡ് OBC. അതായത് SC, ST, OBC വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഉള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 17 അബോളിഷസ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അതെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുന്നു, അവയെല്ലാം പ്രൊഹിബിറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 17 ആണ്. പിന്നെ പറയുന്നത് ആർട്ടിക്കിൾ 46 റിക്വയർസ് സ്റ്റേറ്റ്സ് ടു പ്രൊമോട്ട് വിത്ത് സ്പെഷ്യൽ കെയർ ദ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് ഇൻ പർട്ടിക്കുലർ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. SC, ST കാറ്റഗറിയിലെ ആളുകളുടെ എന്താണ് പറയുന്നത്, ഹാവ് ടു പ്രൊമോട്ട് വിത്ത് സ്പെഷ്യൽ കെയർ ദി എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി വീക്കർ സെക്ഷൻ. അതായത് സമൂഹത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യണം, വീക്കറായിട്ടാണെങ്കിൽ അവരെ നമുക്ക് ഇതിലേക്ക് ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. ഓക്കെ, അടുത്ത് പറഞ്ഞ ആർട്ടിക്കിൾ 335 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് ഷാൾ ബി ടേക്കൺ ടു കൺസിഡറേഷൻ ഇൻ ദി മേക്കിംഗ് ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ടു സർവീസ് ആൻഡ് പോസ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് അഫയേഴ്സ് ഓഫ് എ യൂണിയൻ ഓഫ് എ സ്റ്റേറ്റ് എന്നാണ്. സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും മറ്റു പരിഗണനകൾ കൊടുക്കുന്ന, അതായത് എംപ്ലോയ്മെൻറ്റ് ഏരിയകളിൽ ഇത് വരുന്നതാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദെയർ അഡ്വാൻസ്മെൻറ്റ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രത്യേക നിയമങ്ങൾ പറയുന്നു. ആർട്ടിക്കിൾ 16 4A പറയുന്ന റിസർവേഷൻ ഇൻ മാറ്റേഴ്സ് ഓഫ് പ്രൊമോഷൻ to any class or class of posts in the service under the state in favor of SC, ST which are not adequately represented in the service under the state. നിങ്ങൾക്കറിയാം ചില ജോലികളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ SC, ST ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ ഡയറക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പിലെത്തുന്നതാണ്. ചെറുപ്രായത്തിൽ തന്നെ ഒത്തിരി മുകളിലോട്ട് പോകാനുള്ള കാരണം റിസർവേഷനാണ്. ആർട്ടിക്കിൾ 338 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിത്ത് ഡ്യൂട്ടീസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സേഫ് ഗാർഡ് പ്രൊവൈഡഡ് ഫോർ ദം. അതായത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം പറയുന്നത്. ആർട്ടിക്കിൾ 330 ആൻഡ് 332 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദ ഹൗസ് ഓഫ് ദി പീപ്പിൾ ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെയാണ് എന്താ മൈനോറിറ്റി റൈറ്റ് എന്ന് ജസ്റ്റ് നിങ്ങൾ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മൊഡ്യൂൾ 5B എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കുക, മാക്സിമം ടെക്സ്റ്റ് വായിക്കണം. എന്നും പറയുന്ന പോലെ കോവിഡിൻ്റെ പരിഗണനയൊന്നും പേപ്പർ നോക്കുമ്പോൾ ഇല്ല. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.